സോ ഇനി അടുത്ത് നമുക്ക് ഏത് പഠിക്കാം? വിൽ സ്റ്റഡി അബൌട്ട് തെർമോഡൈനാമിക് സൈക്കിൾസ്. ഓക്കെ, സോ തെർമോഡൈനാമിക് സൈക്കിൾ പഠിക്കുന്നതിന് മുന്നേ വാട്ട് ഡു യു മീൻ ബൈ തെർമോഡൈനാമിക്സ്? തെർമോ, അപ്പൊ ഇത് നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പറയാം, തെർമോ പ്ലസ് ഡൈനാമിക്സ്. ഇത് പണ്ടത്തെ ഒരു ഗ്രീക്ക് ടേം ആണ്. തെർമോ മീൻസ് അബൌട്ട് ഹീറ്റ്. നമ്മൾ ഹീറ്റിനെ പറ്റി അല്ലെങ്കിൽ ഹീറ്റിന്റെ പവറിനെ പറ്റി പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് പഠിക്കുന്ന മെയിൻ കാര്യം. അപ്പോ ഞാനിത് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നമ്മുടെ ഫൈനൽ ഇയർ പാസ് ഔട്ട് ആയി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എല്ലാം കഴിഞ്ഞ് ഇവിടെ ഗേറ്റ് കോച്ചിങ്ങിന് വരുന്ന സ്റ്റുഡൻസിനോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ? നിങ്ങളും പ്ലസ് ടു എല്ലാം കഴിഞ്ഞ് ഫിസിക്സ് ഒക്കെ പഠിച്ച് അതിനകത്തും ഹീറ്റ് എന്താണ്, ടെമ്പറേച്ചർ എന്താണ്, ഇതിന്റെ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഈ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കും, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ. പല ആൾക്കാരും ഫൈനൽ ഇയറിൽ 9 പോയിന്റോ അല്ലെങ്കിൽ വരുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും. അവർക്കും ഞാൻ പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ടെമ്പറേച്ചർ, എന്താണ് ഹീറ്റ്? നിങ്ങളുടെ ഇമാജിനേഷനിൽ എന്തൊക്കെയാണ്? ഹീറ്റ് ചൂട്, ടെമ്പറേച്ചർ തണുപ്പ്, അങ്ങനെയാണോ? അല്ല. അപ്പം നമ്മൾ ക്ലിയർ ആയിട്ട് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കുക. അതായത് ഇപ്പം ഇതൊരു 80 ഡിഗ്രിയിലോ സാധനം, എൻ്റെ കൈ 37 ഡിഗ്രി അല്ലെങ്കിൽ 40 ഡിഗ്രി. ഈ 80 ഡിഗ്രി സാധനം ഞാൻ ഇതിൽ തൊട്ട് കഴിഞ്ഞാൽ അപ്പൊ ട്രാൻസ്ഫർ ആവുന്ന ഒരു എനർജിയാണ് ഹീറ്റ് എന്ന് പറയുന്നത്. അതായത് ഹീറ്റ് എനർജി എപ്പോഴാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? വെനെവർ ദർ ഈസ് സം ടെമ്പറേച്ചർ ഡിഫറൻസ്. അപ്പം ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം ഫ്ലോ ചെയ്യുന്ന ഒരു എനർജിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈസ് കോൾഡ് ഹീറ്റ്. Now what is temperature? Temperature എന്ന് പറയുന്നത് is the degree of hotness or coldness of a body. എത്ര ഡിഗ്രി ചൂടാണ്, എത്ര ഡിഗ്രി തണുത്തിരിക്കുന്നു എന്നൊക്കെ പറയാനുള്ള ഒരു മെഷറിംഗ് ക്വാണ്ടിറ്റി ആണ് എന്തെന്ന് പറയുന്നത്, ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ മാത്രം സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പഠിക്കേണ്ടത് ഡയറക്റ്റ് സൈക്കിളും അതിൽ കാർനോട്ട് സൈക്കിളിന്റെ ഡെറിവേഷൻ പഠിക്കണം, പ്രോബ്ലം പഠിക്കണം. പ്രോബ്ലം നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെടെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോ നമുക്ക് ഡയറക്റ്റ് എന്തൊക്കെയാണ് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്? സൈക്കിള് പഠിക്കണം, സൈക്കിളിലെ ഇമ്പോർട്ടൻറ്റ് സൈക്കിളിൽ കാർനോട്ട് സൈക്കിളിന്റെ ഡെറിവേഷനും പ്രോബ്ലം എല്ലാം പഠിക്കണം. പക്ഷെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ സൈക്കിൾ പഠിച്ച് ഇങ്ങനെ പഠിക്കാനൊരു പോസിബിലിറ്റി ഇല്ല. നമ്മൾ കുറച്ച് ഫണ്ടമെന്റൽസ് പഠിച്ചാലേ നമുക്ക് ഏതിനകത്തോട്ട് എത്താൻ പറ്റുള്ളൂ, ഈ സൈക്കിളും എഫിഷ്യൻസിയിലോട്ട് എത്താൻ പറ്റൂ. അതിന് മിനിമം അറിയേണ്ടത് ഈ 4 കാര്യങ്ങൾ അറിയണം. വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ, ഹീറ്റ്, വർക്ക്. ടെമ്പറേച്ചർ നമ്മളിപ്പോൾ കണ്ടു, ഇസ് ദ ഡിഗ്രി ഓഫ് എന്താണ്, മെഷർമെന്റ് ഓഫ് ഹോട്ട്നെസ് ഓർ